സൂര്യകാറ്റ് ഹോളിക്രോസ് ഹോസ്പിറ്റലിലാണ് ആക്രമണം ഉണ്ടായത്. ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും ആണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ആശുപത്രിയിൽ നടക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം എത്തിയവർ ഡോക്ടറെയും അതുപോലെ തന്നെ 8ഓളം വരുന്ന ജീവനക്കാരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ആക്രമണവുമായി ബന്ധപ്പെട്ട 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അത് നെടുമ്പന BV മൻസിൽ ബൈഗ്, അതുപോലെ തന്നെ കണ്ണനല്ലൂർ മുട്ടക്കാവ് തെക്കേ ചെരുവിള വീട്ടിൽ ഹാഷിം എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഈ കഴിഞ്ഞ ദിവസം കണ്ണനല്ലൂരിൽ കാറുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രകൻ കുളപ്പാടം സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഡോക്ടർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ ഇയാൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പരിശോധനയിൽ കാലിന് പൊട്ടലേറ്റതായിട്ടാണ് കണ്ടെത്തിയത്. അതിനിടെ യുവാവിന്റെ പിതാവും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തി. പിതാവ് ഡോക്ടറോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയുമാണ് ചെയ്തത്. ചികിത്സ വൈകിയെന്ന് ആരോപിച്ചാണ് മുഖത്ത് ഫോൺ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. യുവാവിന്റെ സുഹൃത്തുക്കൾ അത്യാഹിത വിഭാഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നുള്ള പരാതി കൂടി ആശുപത്രി ജീവനക്കാർ പറയുന്നുണ്ട്. സുരക്ഷാ ജീവനക്കാരെ തടയുകയും വലിയ സംഘർഷം ആശുപത്രിയിൽ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഈ പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ പിതാവും മറ്റുള്ളവരും ചേർന്ന് ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി ഈ ആക്രമണം നടത്തിയ 2 പ്രതികളെയും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനൊപ്പം എത്തിയവരുടെ ബന്ധുക്കളാണ് ആക്രമിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.